പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമുക്കേ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത്, നമുക്ക് അതിലേക്ക് കൂടി പോകാം. ഇത് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതായിരുന്നു. ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ച് മുക്കിയ കപ്പലിൽ നിന്ന് ഒരു മലയാളിയെ കാണാനായില്ല. ആ മലയാളിയുടെ ഭാര്യ, അവരുടെ വീഡിയോ ഒക്കെ വന്നിരുന്നു, അവർ ഭർത്താവിനെ കാണാനില്ല എന്ന് പറയുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ സന്തോഷകരമായ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ, ഈ കാണാതായി എന്ന് സംശയിച്ച മലയാളി, അദ്ദേഹം സുരക്ഷിതനാണ്. ആലപ്പുഴ പത്തിയൂർ സ്വദേശിയായ അനിൽകുമാർ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു. താൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന് അനിൽകുമാർ ഭാര്യയോട് പറഞ്ഞു എന്നാണ് വിവരങ്ങളും. ദേവൻ MP ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, ഗുഡ് മോർണിംഗ്. സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്, എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ മാസം 6-ാം തീയതിയാണ് ഇത്തരത്തിൽ MLA ഹുദൈദ തുറമുഖത്തിന് സമീപം ഈ ഹൂതികളുടെ ആക്രമണത്തിൽ ഈ മലയാളി അടക്കമുള്ള ഈ കപ്പൽ ജീവനക്കാരെ കാണാതാകുന്നത്. അതിൽ തിരുവനന്തപുരം സ്വദേശിയും ആലപ്പുഴ സ്വദേശിയുമായിട്ടുള്ള 2 മലയാളികൾ ആയിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ തിരുവനന്തപുരം സ്വദേശി സുരക്ഷിതനായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കായംകുളം പത്തിയൂർ സ്വദേശിയായിട്ടുള്ള അനിൽകുമാറിനെ കാണാനില്ല എന്ന് കാട്ടിക്കൊണ്ട് ഭാര്യ രംഗത്ത് വരികയും ഇന്ത്യൻ എംബസി അടക്കം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നുള്ള ഒരു ആവശ്യവും ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നത്, അനിൽകുമാർ തന്നെ കഴിഞ്ഞ ദിവസം ഭാര്യയെ ഫോൺ ചെയ്തു. താൻ സുരക്ഷിതനാണെന്നും ഇപ്പോൾ യമനിലാണ് ഉള്ളതെന്നുമാണ് ഭാര്യയോട് പറഞ്ഞത്. നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കപ്പലിൽ ആക്രമണം ഉണ്ടായപ്പോൾ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ കടലിലേക്ക് ചാടിയിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മേഖലയിൽ നടത്തിയ തിരച്ചിലില്ലെന്നും അനിൽകുമാറിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഹൂതികളുടെ തടവിലാക്കപ്പെട്ട 9 പേരുണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇനി ആ കൂട്ടത്തിലായിരിക്കും അനിൽകുമാർ എന്നുള്ള ആശങ്കയൊക്കെ തന്നെ ഈ വീട്ടുകാർക്കുണ്ടായിരുന്നു. ഏതായാലും അത്തരം ആശങ്കകൾക്കെല്ലാം തന്നെ ഇപ്പോൾ അവസാനമായിരിക്കുന്നു. അനിൽകുമാർ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു. ഈ രക്ഷപ്പെട്ട സമയത്ത് മറ്റൊരു കപ്പൽ അതുവഴി കടന്നുപോയ മറ്റൊരു കപ്പൽ ഈ കടലിലേക്ക് ചാടിയ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രീക്ക് കപ്പലായിട്ടുണ്ടായിരുന്ന എറ്റേണിറ്റി സി എന്ന കപ്പലിലായിരുന്നു അനിൽകുമാർ അടക്കമുള്ള 29 ജീവനക്കാർ ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ച കപ്പലിനെതിരെയാണ് യമൻ തീരത്ത് വെച്ച് ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നതും അതിൽ ഈ നിരവധി ജീവനക്കാർ ഈ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. ഇപ്പോഴും നിലവിൽ മറ്റ് സ്ഥലത്തു നിന്നുള്ള ജീവനക്കാരടക്കം 9 പേർ ഇപ്പോഴും അവിടെ ഉണ്ട്, കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊരു ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. അതായത് മലയാളികളായിട്ടുള്ള 2 പേരും സുരക്ഷിതരായി ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.